ഹായ് ഗൈസ്, ആട് 3 ഭയങ്കര രീതിയിൽ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നുണ്ട്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അങ്ങോട്ട് ഫസ്റ്റ് സെക്കൻഡൊക്കെ കിടിലെന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. പക്ഷെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് എനിക്കങ്ങോട്ട് സത്യം പറഞ്ഞാൽ ഉറക്കം വരികയാണോ എന്ത്, ഭയങ്കര ലാഗായിരുന്നു. ഇൻട്രോ വരെ ഭയങ്കര ലാഗ്. പിന്നെ അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൊത്തത്തിൽ ഉറക്കം വന്നു കേട്ടോ ഗൈസ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇനിയിപ്പോൾ തിയേറ്ററിൻ്റെ കുറ്റമാണെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും എ സി കൂടിയത് കൊണ്ടായിരിക്കും, എ സിയുടെ കൂളിങ് കൂടിയത് കൊണ്ടായിരിക്കും എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വന്ന് ഞാൻ ഉറങ്ങി ഗൈസ്. ഐ കാണ്ട് എൻജോയ്. പക്ഷേ ഡൂഡ് എല്ലാം പൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ഇന്ദ്രൻസ് സഖാവ് കിടിലമായിരുന്നു, പൊളിയായിരുന്നു. പിന്നെ ആ ടൈം ട്രാവലർ അങ്ങോട്ട് സെറ്റായിട്ട് ഇവർക്ക് ആ വിഷ്വലൈസ് ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ സാധിച്ചില്ല. അത് പക്ഷേ ഫോർത്ത് പാർട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇവർ സെറ്റ് ചെയ്ത് കഥ പറഞ്ഞ് തുടങ്ങുന്നതിൻ്റെ ഉള്ളു. അപ്പോൾ ഫോർത്ത് പാർട്ടിൽ നമുക്ക് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാണാം, മനസ്സിലായി. ഇതൊരു വെബ് സീരീസ് പോലെ ഇങ്ങനെ നീണ്ടു പോട്ടെ എന്ന് ആശംസിക്കുന്നു. ആട് 3 ചെറിയ രീതിയിൽ പാളിയെന്ന് തോന്നുന്നു. എങ്കിലും ഓക്കെ, ഇത്രയ്ക്കൊന്ന് ഹൈപ്പ് ചെയ്ത് പറയാൻ വേണ്ടി അത്രയ്ക്കൊരു നമ്മൾ കണ്ടില്ല കേട്ടോ അത്. യെസ്, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആട് 3യുടെ ടീമിന് എല്ലാവർക്കും ബിഗ് സല്യൂട്ട്. ഇത്രയും ഹൈപ്പ് ചെയ്ത് പൈസ ഇറക്കിയ കൊണ്ട് നിങ്ങൾ എല്ലാ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എല്ലാ ഇൻഫ്ലുവൻസിനെയും നിങ്ങൾ കയ്യിലെടുത്തു എന്നുള്ളതാണ്. ആരും നെഗറ്റീവ് റിവ്യൂ പറയുന്നതായിട്ട് നമ്മൾ കേട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ ഇതെല്ലാം കേട്ടിട്ട് ഞാനിങ്ങനെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ ഈ റിവ്യൂസ് ഒക്കെ കേട്ടിട്ട് അതിൻ്റെ ഹൈപ്പിൽ ഞാൻ പോയി ഏതോ വലിയ സംഭവം കാണാൻ പോകുന്ന പോയി കണ്ടിട്ട് എനിക്ക് തിയേറ്ററിൽ കിടന്ന് ഉറങ്ങാനാണ് സാധിച്ചത് ഗൈസ്. നിതിൻ ബ്രോസ് എന്താ നീ കാണിച്ചത്? ഓക്കെ, നീ ആട് പാർട്ട് 4 കിടക്കാഴ്ചയായിട്ട് വരുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എനിക്കൊരു ചാൻസ് ഉണ്ട് തരിക. ഞാൻ ആട് 4 ഒരു ചെറിയ റോളൊക്കെ ഇങ്ങോട്ട് തരിക. നമ്മൾ അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റാക്കാം. ഓക്കെ, പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നവർ ബൈ.